നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ സംഘർഷം നിലനിൽക്കെ ഇന്ന് അമേരിക്ക ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് പിടിച്ചെടുത്തത് വീണ്ടും സംഘർഷ സാഹചര്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാനെ ബോംബിട്ട് നശിപ്പിക്കുമെന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ബോംബാക്രമണത്തിലൂടെ ഇറാനെ തകർക്കുമെന്നും പറഞ്ഞ് ആ ദിവസം, അതായത് ഇന്നലെ രാത്രി ബോംബ് ഇടുന്നതിന് വളരെ നിമിഷങ്ങൾക്ക് മുമ്പാണ് അതിൽ നിന്നും ട്രംപ് തൽക്കാലം പിന്തിരിഞ്ഞത്. കാരണം സൗദി, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി സംസാരിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്നും ട്രംപിന് അനുകൂലമായ, അതായത് അമേരിക്കയുടെ തീരുമാനപ്രകാരമുള്ള ഒരു കരാർ ഉടൻ തന്നെ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞാണ്, അത് നടന്നില്ലെങ്കിൽ ശക്തമായ ആക്രമണം എന്ന് പറഞ്ഞാണ് ഇന്നലെ ആക്രമണം നീട്ടിവെച്ചത്. പക്ഷേ അങ്ങനെ ആക്രമണം നീട്ടിവെച്ചെങ്കിലും ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനുമായി ബന്ധമുള്ള ഒരു എണ്ണ ടാങ്കർ US പിടിച്ചെടുത്തതായി ഇന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ സൈനിക ആക്രമണങ്ങളുമായി ഇറാനെ ഭീഷണിപ്പെടുത്തുകയും ടെഹ്റാനിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. പിടിച്ചെടുത്ത കപ്പലിൻ്റെ പേര് സ്കൈ വേവ് എന്നാണ്. ടാങ്കർ ഇറാനിയൻ എണ്ണ കടത്തുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചു. ഉപരോധങ്ങൾ ഒഴിവാക്കി എണ്ണ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്പലുകളുടെ ശൃംഖലയായ ഇറാന്റെ ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമായിരുന്നു കപ്പൽ എന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം ചൊവ്വാഴ്ച കപ്പൽ മലാക്ക കടലിടുക്ക് വഴി പടിഞ്ഞാറൻ മലേഷ്യ കടന്നുപോയി. സമുദ്ര സ്രോതസ്സുകളും ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് ഡാറ്റയും സൂചിപ്പിക്കുന്നത് കപ്പലിൽ 1 ദശലക്ഷത്തിലധികം ബാരൽ അസംസ്കൃത എണ്ണ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ നിന്ന് ഫെബ്രുവരിയിൽ എണ്ണ ലോഡ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരം ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. ഇറാനുമായി ബന്ധമുള്ള എണ്ണൽ കപ്പലുകൾക്കെതിരെ അമേരിക്ക ഇത്തരം നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമല്ല. ഏപ്രിലിൽ മജസ്റ്റിക്, എക്സ്, ടിഫാനി എന്നീ 2 കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വച്ച് US പിടിച്ചെടുത്തിരുന്നു. ഉപരോധങ്ങൾ ലംഘിച്ച് ഈ കപ്പലുകളും ഇറാനിയൻ എണ്ണ കടത്തുന്നുണ്ടെന്ന് അമേരിക്കൻ ഭരണകൂടം അവകാശപ്പെടുന്നു. ഇറാന്റെ എണ്ണ വ്യാപാരത്തിനും ആണവ പദ്ധതിക്കും മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക വളരെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷിയും പ്രാദേശിക പ്രോക്സി നെറ്റ്വർക്കുകളും ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നുവെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുന്നു. തൽഫലമായി ട്രംപ് ഭരണകൂടം നിരന്തരം പുതിയ ഉപരോധങ്ങളും സമുദ്ര പ്രവർത്തനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിലും അറേബ്യൻ കടലിലും നിലവിലുള്ള US ഉപരോധത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് നിലവിലെ പ്രവർത്തനത്തെ വിശേഷിപ്പിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ US ഇതിനകം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പ്രധാന എണ്ണപ്പാതകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നതിനാൽ ആഗോള ഊർജ്ജ വിതരണത്തെയും സമുദ്ര വ്യാപാരത്തെയും കുറിച്ച് ഇത് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ഇറാനെതിരായ പുതിയ സൈനിക ആക്രമണം തീരുമാനിക്കുന്നതിന് 1 മണിക്കൂർ മാത്രം ശേഷിക്കുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം തീരുമാനം മാറ്റിവെച്ചു. ആണവ പദ്ധതിയും പ്രാദേശിക പ്രവർത്തനങ്ങളും സംബന്ധിച്ച US നിബന്ധനകൾ ഇറാൻ പാലിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇങ്ങനെ ഈ ചർച്ചകൾ നടക്കുകയും അതിനുവേണ്ടി കാക്കുകയും ചെയ്യുന്നു. ഇതിലൊരു തീരുമാനമുണ്ടാകും, ഇറാൻ അനുസരിക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇന്നിപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ്റെ ഒരു എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നത്. സാധാരണ അമേരിക്ക എന്താണോ ചെയ്യുന്നത് അത് അമേരിക്കയ്ക്കെതിരെ, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന, അമേരിക്കയ്ക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളിൽ അതുപോലെ തിരിച്ച് അതുപോലെയോ അതിൻ്റെ ഇരട്ടിയോ പ്രവർത്തിക്കാനാണ് സാധാരണ ഇറാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു എണ്ണക്കപ്പൽ പിടിച്ചത് ശ്രദ്ധിക്കുക. ഇനി എന്താണ് ഇറാൻ ഇതിന് പകരമായി ചെയ്യുന്നത് എന്നാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.